പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ നോമ്പിൻ്റെ അനുതാപാർദ്രമായ ദിവസങ്ങളിലേക്ക് പ്രാർത്ഥനയോടെ നാം കടന്നു വന്നിരിക്കുകയാണ്. കൽഭരണികളിൽ വെള്ളമായി യേശുതമ്പുരാന്റെ മുന്നിലായിരുന്ന ജലത്തിന് അതിൻ്റെ ബാഹ്യ സ്വഭാവം മാറാതെ ആന്തരിക സ്വഭാവത്തിൽ ശക്തമായ മാറ്റമുണ്ടായി എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഈ വലിയ അത്ഭുതമാണ്, കാനാവിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അത്ഭുതമാണ് നോമ്പിലെ ആദ്യ ഞായറാഴ്ച നാം കേൾക്കുന്ന അത്ഭുതം. പരിശുദ്ധ നോമ്പിലൂടെ ഓരോ വിശ്വാസിക്കും ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ആ അത്ഭുതം നമ്മെ ഓർപ്പിക്കുന്നത്. അതെ, ശാരീരികമായ മാറ്റമല്ല, ആന്തരികമായ ഒരു മാറ്റം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുമില്ലാതെ, മറ്റുള്ളവർക്ക് ഒരു പ്രയോജനവുമില്ലാതെ, അല്ലെങ്കിൽ പലപ്പോഴും അവഗണിക്കപ്പെട്ടവരായി, ഒറ്റപ്പെടുത്തുന്നവരായി, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരായി, മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പ്രയോജനമില്ലാത്തവരായി ഒക്കെ നാം തീർന്നേക്കാം. എന്നാൽ നോമ്പിൻ്റെ പ്രാർത്ഥനാനുഭവങ്ങളും ഉപവാസവും അനുഷ്ഠാനവും നമ്മെ രുചിയും ഗുണവുമുള്ള ശ്രേഷ്ഠമായ അനുഭവമാക്കി മാറ്റുകയാണ്. ആ അനുഭവം എന്ന് പറയുന്നത് അവസാനം വരെയുള്ള അനുഭവമാണ്. വിരുന്നുവാഴി വീഞ്ഞായി തീർന്ന വെള്ളം രുചിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെ, അവസാനം വരെ ഇത്രത്തോളം രുചികരമായ വീഞ്ഞ് കാത്തുവച്ചുവല്ലോ എന്ന്. അതെ, നമ്മുടെ ജീവിതത്തിൽ നോമ്പിലൂടെ, ഈ പ്രാർത്ഥനാനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ജീവിതാന്ത്യം വരെ മറ്റുള്ളവർക്ക് രുചിയും, മറ്റുള്ളവർക്ക് സന്തോഷവും, മറ്റുള്ളവർക്ക് സുഗന്ധവും പകർന്നു നൽകുവാൻ കഴിയുന്ന ഒരു ഉത്തമ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ്. യേശുതമ്പുരാൻ ആ ജീവിതം നമുക്ക് കാണിച്ചു തന്നതാണ്. ആ ജീവിതത്തോട് ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധ നോമ്പ് നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ സൗരഭ്യകരമായ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ, നമ്മുടെ ജീവിതത്തിലെ ദുഷ്പ്രവണതകളെ കഴുകിക്കളയുവാൻ, ജീവിതത്തെയും സുഗന്ധപൂർണമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇത് അത്ഭുതങ്ങളുടെ ദിവസമാണ്. പരിശുദ്ധ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. ഒരുപക്ഷെ നാം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തതും, ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തതും, നമ്മുടെ അവയവങ്ങൾ സ്പർശിച്ചറിഞ്ഞിട്ടില്ലാത്തതുമായ വലിയ അത്ഭുതങ്ങളാണ് നോമ്പിൽ നമ്മെ കാത്തിരിക്കുന്നത്. ആ അത്ഭുതങ്ങളിലേക്ക് നാം അടുത്തിയെല്ലണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണമായി ഒന്നൊരുക്കേണ്ട ആവശ്യമാണ്. അതെ, കാനാവിലെ കൽഭരണികളിൽ പച്ചവെള്ളം ഒന്ന് ഒതുങ്ങിയിരുന്നത് പോലെ കർത്താവിൻ്റെ മുമ്പിൽ ഈ നോമ്പാകുന്ന ഉൽമാലിയിൽ നമുക്കൊന്നും ഒതുങ്ങിയിരിക്കാം, നമുക്കും ഒന്നൊതുങ്ങിയിരിക്കാം. നമ്മുടെ എല്ലാ ബാഹ്യമായ ചോദനകളെയും നിയന്ത്രിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ശാരീരികമായി, മാനസികമായി ഒന്ന് ഒതുക്കപ്പെട്ട് കർത്താവിൻ്റെ പാദാന്തിക ചേർന്നിരിക്കാം. അവൻ്റെ വലിയ കൃപ, അവൻ്റെ അത്ഭുതങ്ങളുടെ ഉറവ നമ്മിലൂടെ ഒഴുകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നോമ്പിൻ്റെ സുഗന്ധപൂർണമായ ദിനങ്ങളിൽ നമ്മുടെ ജീവിതവും സമൂഹത്തിന് സുഗന്ധമായി തീരുവാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വചനങ്ങളെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.